ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ 2023-24 നമ്മുടെ LKGയിലെ EVSൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പിക്ചർ. ഇതിൽ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് 5 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ഒനിയൻ. ഇവിടെ 3 വെജിറ്റബിൾസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒനിയൻ ഏതാണെന്ന് നമ്മൾ കുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ 3 വെജിറ്റബിൾസിൻ്റെ ഈ പിക്ചറിൽ ഒനിയൻ്റെ നേരെയുള്ള ഈ കോളത്തിൽ ടിക്കിടാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതിൽ കുട്ടികൾക്ക് വെജിറ്റബിൾസിൻ്റെ നെയിംസ് മൊത്തം പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കണ്ടാൽ ഇത് ഏത് വെജിറ്റബിളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നും കൂടെ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് പപ്പായ. ഇത് ഫ്രൂട്ട്സുകളാണ്. 3 ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് പപ്പായ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് നേരെയുള്ള കോളത്തിൽ ടിക്കിടുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിപ്പിക്കാനുള്ളത് ഫ്രൂട്ട്സിൻ്റെ നെയിംസ് ആൻഡ് എല്ലാ ഫ്രൂട്ട്സ് കണ്ടാലും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. ഫ്രൂട്ട്സ് കണ്ടാൽ ഇത് ഏത് ഫ്രൂട്ടാണെന്ന് പറയാൻ കഴിയണം. തേർഡ് വൺ, വിച്ച് ഈസ് മൗത്ത്. അപ്പം ഇവിടെ 3 ബോഡി പാർട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് മൗത്ത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് നേരെയുള്ള ആ കോളത്തിൽ ടിക്കിടാണ് വേണ്ടത്. അപ്പം തേർഡ് വൺ നമുക്ക് പഠിപ്പിക്കാനുള്ളത് ബോഡി പാർട്സ് മൊത്തം പഠിപ്പിക്കുക. അതുപോലെ ഒരു ബോഡി പാർട്ട് കണ്ടാൽ അത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടെ അറിയണം. ഫോർത്ത് വൺ, വിച്ച് ഈസ് സീബ്ര. അപ്പം ഇവിടെ 3 ആനിമൽസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ സീബ്ര ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫോർത്ത് ആയിട്ട് നമുക്ക് പഠിപ്പിക്കാനുള്ളത് എല്ലാ ആനിമൽസിൻ്റെ നെയിംസും ആനിമൽസിൻ്റെ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നും കൂടെ നോക്കുക. അപ്പോൾ ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് വൺ, ഐഡൻറ്റിഫൈ ദ യെല്ലോ കളർ ഫ്രൂട്ടാണ്. അപ്പോൾ യെല്ലോ കളർ ഫ്രൂട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ 3 ഫ്രൂട്ടിൻ്റെ പിക്ചറൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പഠിപ്പിക്കാനുള്ളത് ഫ്രൂട്ടിൻ്റെ നെയിംസ് അല്ല ഇതിൽ പഠിപ്പിക്കാൻ. ഇതിൽ കളേഴ്സാണ്. യെല്ലോ കളറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കളേഴ്സും അതിൻ്റെ നെയിംസും കുട്ടികൾക്ക് അറിയണം. അതുപോലെ ഈ കളേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഏത് കളറാണെന്ന് പറയാനും കൂടെ കഴിയണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സർക്കിൾ ദ ഗുഡ് ഹാബിറ്റ്സ് പിക്ചർ. ഇതിൽ ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 5 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗുഡ് ഹാബിറ്റ്സിന് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് അറിയണം ഗുഡ് ഹാബിറ്റ്സ് ഏതാണെന്നും ബാഡ് ഹാബിറ്റ്സ് ഏതാണെന്നും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ഇതുപോലെ സർക്കിൾ ചെയ്യാനും കൂടെ അറിയണം കുട്ടികൾക്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഫാമിലി മെമ്പേഴ്സ്. ഇവിടെ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ നോക്കിയിട്ട് കുട്ടികൾക്ക് ഇത് ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം. ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര് പറയാൻ കഴിയണം. അപ്പം നമ്മൾ അടുത്തായിട്ട് കുട്ടികൾക്ക് ഫാമിലി മെമ്പേഴ്സിൻ്റെ നെയിംസ് പഠിപ്പിച്ചു കൊടുക്കുക. ഈ പിക്ചേഴ്സ് കാണുമ്പോൾ ഇത് ആരാണെന്ന് പറയാൻ കഴിയണം. ഫോർത്ത് വൺ, ഹൗ മെനി ഓഫ് ദീസ് ടു വി ഹാവ് സീവ് റൈറ്റ്. അപ്പം ഇവിടെ ഒരു 5 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ എത്ര എണ്ണം വീതം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഈ ഓരോ പിക്ചർ കണ്ടാലും ബോഡി പാർട്സ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ബോഡി പാർട്സ് നമുക്ക് എത്ര എണ്ണം വീതം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പം അത് നേരെയുള്ള ആ കോളംസിൽ എത്ര എണ്ണം വീതമുണ്ടെന്നുള്ള ഈ ചോദ്യത്തിന് ആൻസർ അവിടെ എഴുതണം. അപ്പോൾ കുട്ടികൾക്ക് ഇത് കൗണ്ട് ചെയ്തിട്ട് എഴുതാനുള്ള ഒരു നമ്പേഴ്സ് എഴുതാനുള്ളതും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ്. ഇത് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ കുട്ടികളെ ആൻസർ പറയേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എ ലീഫി വെജിറ്റബിളാണ്. അപ്പം ലീഫി വെജിറ്റബിൾ ഏതാണെന്ന് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ലീഫി വെജിറ്റബിൾ ഏതാണെന്ന്. അതുപോലെ വിച്ച് ഓർഗാൻ ഹെൽപ്സ് അസ് ടു സീ എന്നാണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമുക്ക് കാണാൻ കഴിയുന്ന അവയവം ഏതാണെന്നാണ്. അതും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. തേർഡ് വൺ, നെയിം എ ഫുഡ് ദാറ്റ് ഹാസ് ലോട്ട് ഓഫ് വാട്ടർ ഇൻ ഇറ്റ്. വെള്ളം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, നെയിം എ വെജിറ്റബിൾ ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ എന്നാണ്. അപ്പോൾ ഏത് വെജിറ്റബിളാണ് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ കഴിയുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം എ ഫുഡ് ഫേവറേറ്റ് ആനിമൽ. അപ്പോൾ നെയിം യുവർ ഫേവറേറ്റ് ആനിമലാണ്
അഞ്ചാമത്തെ ഈ കുട്ടിയുടെ ഫേവറേറ്റ് ആനിമൽ ഏതാണെന്നാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അതുപോലെ ആറാമത്തെ ക്വസ്റ്റ്യൻ, നെയിം വൺ ഫ്രൂട്ട് ദാറ്റ് ഗ്രോ ഇൻ സമ്മർ സീസണിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട് ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് 6. അപ്പോൾ ഇതും പോലെയുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് ഈ 6 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് അറിയുന്നവർ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും LKGൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടെ മറക്കാതെ കണ്ട് കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക.